നിശ്ചലമായി പോയ ഒരു ക്ലോക്ക്. അതിൽ സമയം 3:25:15. തൃശൂർ മുണ്ടത്തിക്കോട് കുട്ടംകുളം പാടത്തെ ആ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ മരണം വിരുന്നെത്തിയ നിമിഷമായിരുന്നു അത്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ സ്ഫോടനത്തിന്റെ പ്രകമ്പനം അടങ്ങുമ്പോഴും അവശേഷിക്കുന്നത് കരിഞ്ഞുപുരണ്ട ഓർമ്മകളും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങളുമാണ്. കുട്ടംകുളം പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് പുരോഗമിക്കവെയാണ് അപകടം സംഭവിക്കുന്നത്. രക്ഷപ്പെട്ട തൊഴിലാളികളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ പ്രകാരം ആദ്യം തീ പടർന്നത് കരിമരുന്ന് സൂക്ഷിച്ചിരുന്ന പുരയിൽ നിന്നാണ്. വെറും സെക്കൻഡുകൾക്കുള്ളിൽ അത് ഉഗ്രസ്ഫോടനമായി പരിണമിച്ചു. കമ്പിത്തിരി കത്തുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് ആദ്യം കേട്ടത്. മരുന്നുപുരയിൽ നിന്ന് തീപ്പൊരി പടരുന്നത് കണ്ടയുടനെ ഓടിക്കോ എന്ന് നിലവിളിച്ചെങ്കിലും പലർക്കും അതിന് സാധിച്ചില്ല. രക്ഷപ്പെട്ട ഒരു തൊഴിലാളി വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഓർത്തെടുത്തു. ചെറിയ ഗുണ്ടുകൾക്ക് മരുന്ന് നിറയ്ക്കുന്നവർക്ക് ഓടി മാറാൻ സമയം ലഭിച്ചെങ്കിലും വലിയ അമിട്ടുകൾക്കും ഗുണ്ടുകൾക്കും അരികിലുണ്ടായിരുന്നവർക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ടായിരുന്നില്ല. ലൈസൻസിയായ സതീഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റത് സ്ഫോടനത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. അപകടത്തിന് പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് പൊട്ടാത്ത നിലയിൽ 500 കിലോയിലധികം വെടിക്കോപ്പുകളാണ് അധികൃതർ കണ്ടെടുത്തത്. ഇതിൽ 15 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 362 കിലോഗ്രാം കരിമരുന്നും 50.9 കിലോഗ്രാം അലൂമിനിയം പൗഡറും 102 ഗുണ്ടുകൾ, അമിട്ടുകൾ, LED വെടിക്കോപ്പുകൾ എന്നിവയും ഉൾപ്പെടുന്നു. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ സൂക്ഷിക്കാൻ അനുമതി ഉണ്ടായിരുന്നോ എന്നത് ഇപ്പോൾ ഗൗരവകരമായ അന്വേഷണത്തിന് വിധേയമായിരിക്കുകയാണ്. കൂടാതെ ഇത്തരം വെടിക്കെട്ട് നിർമ്മാണശാലകളിൽ നിർബന്ധമായും പാലിക്കേണ്ട കൃത്യമായ അകലവും സുരക്ഷാ ഭിത്തികളും ഇവിടെ കാര്യക്ഷമമായി സജ്ജീകരിച്ചിരുന്നോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ ആഘാതം തൃശൂരിന്റെ സാംസ്കാരിക ഭൂപടത്തെയും ആഘോഷ രീതികളെയും വലിയ തോതിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക പ്രശസ്തമായ തൃശൂർ പൂരത്തിന്റെ ആവേശമായ വെടിക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ അധികൃതർ നിർബന്ധിതരായി. പ്രധാന തീരുമാനപ്രകാരം ഇത്തവണ വെടിക്കെട്ടിന് പകരം ആചാരപരമായ കതിര മാത്രമാണ് ഉപയോഗിക്കുക. കൂടാതെ സാധാരണ 1.5 മണിക്കൂറോളം നീളാറുള്ള കുടമാറ്റത്തിന്റെ ദൈർഘ്യം വെറും 15 മിനിറ്റായി വെട്ടിക്കുറയ്ക്കുകയും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ആഘോഷങ്ങളുടെ പകിട്ട് കുറയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് അപകടത്തിൽ മരിച്ചവരോടുള്ള ആദരവും മറുഭാഗത്ത് സുരക്ഷയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയുമാണ് ഇത്തരം ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് പൂരപ്രേമികളെയും സംഘാടകരെയും നയിച്ചത്. ഈ ദുരന്തത്തെ കേവലം ഒരു യാദൃച്ഛിക അപകടമായി കണ്ട് തള്ളിക്കളയാനാവില്ല. മറിച്ച് ഇതിനു പിന്നിൽ വ്യവസ്ഥാപിതമായ പല വീഴ്ചകളും കാണാൻ സാധിക്കും. പ്രധാനമായും ഇത്തരം നിർമ്മാണശാലകളിൽ മതിയായ ഇൻഷുറൻസ് പരിരക്ഷയോ സുരക്ഷാ വസ്ത്രങ്ങളോ ഇല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ്. ലൈസൻസ് അനുവദിച്ചതിലും കൂടുതൽ അളവിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നത് തടയാൻ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കൂടാതെ വേനൽ ചൂട് അതികഠിനമായിരിക്കുന്ന സാഹചര്യത്തിൽ കരിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ പുലർത്തേണ്ട അതീവ ജാഗ്രതയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും ഗൗരവകരമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. മുണ്ടത്തിക്കോട് സംഭവം കേരളത്തിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം മനുഷ്യജീവനാണ് വിലയെന്ന് നാം തിരിച്ചറിയണം. കരിമരുന്നിന്റെ ഗന്ധം തൃശൂരിന്റെ മണ്ണിൽ നിന്ന് മായുമായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീരിന് ഇനി ആരുത്തരം നൽകും? അപകട സ്ഥലത്ത് കണ്ടെത്തിയ 500 കിലോ വെടിക്കോപ്പുകൾ കോടതി അനുമതിയോടെ നിർവീര്യമാക്കാനുള്ള നടപടികൾ വടക്കാഞ്ചേരിയിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇനിയൊരു സ്ഫോടനം ഉണ്ടാകാതിരിക്കാൻ നിയമങ്ങളും നിയന്ത്രണങ്ങളും കടലാസിൽ ഒതുങ്ങാതെ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. മുണ്ടത്തിക്കോട് കുട്ടംകുളം പാടത്ത് ചിതറിക്കിടക്കുന്ന വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങൾ കേവലം ഒരു അപകടത്തിന്റെ അടയാളങ്ങളല്ല, മറിച്ച് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തിന്റെ സ്മാരകങ്ങൾ കൂടിയാണ്. നിയമങ്ങൾ കർശനമാക്കുമ്പോഴും പരിശോധനകൾ മുറ പോലെ നടക്കുമ്പോഴും എങ്ങനെയാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി ഒരിടത്ത് കുന്നുകൂടുന്നത് എന്നത് ഭരണകൂടം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ പൂരം പോലെ മഹത്തായ സാംസ്കാരിക ഉത്സവങ്ങളിൽ നിന്ന് വെടിക്കെട്ട് ഒഴിവാക്കാനുള്ള തീരുമാനം വേദനയോടെയാണെങ്കിലും പൂരപ്രേമികൾ സ്വീകരിച്ചത് മനുഷ്യജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന തിരിച്ചറിവിലാണ്. മുണ്ടത്തിക്കോട്ട് നിലച്ചുപോയ ആ ക്ലോക്കിലെ സമയം നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ജാഗ്രതയുടെ ഒരു സെക്കൻഡ് പിഴച്ചാൽ അത് ജീവിതകാലം മുഴുവൻ നീളുന്ന കണ്ണീരായി മാറും. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കേവലം അനുശോചനങ്ങളിൽ ഒതുങ്ങാതെ നിർമ്മാണശാലകളിൽ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഉറപ്പാക്കാനും വെടിക്കെട്ട് പുരകളിൽ ശാസ്ത്രീയമായ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പിലാക്കാനും അധികൃതർ തയ്യാറാകണം. കരിമരുന്നിന്റെ ഗന്ധമില്ലാത്ത ഭീതിയൊഴിഞ്ഞ ആഘോഷങ്ങൾക്കായി കേരളം കാത്തിരിക്കുകയാണ്. ഈ കരിപുരണ്ട പാടങ്ങൾ മറവിയിലേക്ക് മായാതിരിക്കട്ടെ.